നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. എല്ലാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാകും. ഘടകകക്ഷികളുടെ സീറ്റുകൾ ഏറ്റെടുക്കുന്നതും ചർച്ചയാകും. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ഇന്ന് ചേരും. ഈ ഒരു യോഗത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അരുണിമ, ഇന്നലെയാണ് CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ CPMനെ നയിക്കുക പിണറായി തന്നെയാണ് എന്നറിയിച്ചത്. പിണറായി മത്സരിക്കുന്ന കാര്യത്തിലും ഏറെക്കുറെ തീരുമാനം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അപ്പോൾ ഈ പൊളിറ്റ് ബ്യൂറോ, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊളിറ്റ് ബ്യൂറോ യോഗങ്ങൾക്ക് ശേഷമാണ് ഇന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നത്. പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ അതിൻ്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ധാരണയിലെത്തും എന്നുള്ളതാണ്. നിലവിൽ 90% മണ്ഡലങ്ങളിലും ഒരൊറ്റ സ്ഥാനാർത്ഥിയുടെ പേര് തന്നെയാണ് പരിഗണനയ്ക്ക് വന്നിട്ടുള്ളത്. അതായത് ഒന്നിലധികം സ്ഥാനാർത്ഥികളിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം 90% സീറ്റുകളിലും ഇല്ല. ഒരേ ഒരാളുടെ പേര് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയിട്ടുള്ള പട്ടികയിൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന പാനലിൽ ഉള്ളത് എന്നുള്ളതാണ്. നിലവിൽ CPMന് ഇനി ഒരു ധാരണയിലെത്താനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ സീറ്റുകൾ ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് തിരുവനന്തപുരം സെൻട്രലിൽ കേരള കോൺഗ്രസ് എമ്മിന് നൽകുമോ എന്നതടക്കമുള്ള രീതിയിൽ ഘടകകക്ഷികളുടെ സീറ്റുകളും അതുപോലെ തന്നെ ഘടകകക്ഷികൾ നേരത്തെ മത്സരിച്ച സീറ്റുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു ധാരണയിൽ എത്താനുള്ളത്. മറ്റ് സീറ്റുകളിലെല്ലാം തന്നെ പേരുകൾ അന്തിമം ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേരുകയും ഓരോ ജില്ലയിലെയും മണ്ഡലങ്ങളിൽ വരുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുക. പ്രധാനമായും മറ്റൊരു ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് KK ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തും എന്നുള്ളതാണ്. 5 തവണ മത്സരിച്ചതാണ് ശൈലജ ടീച്ചർ. അതുകൊണ്ട് തന്നെ ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമോ എന്നുള്ള കാര്യം, ശൈലജ ടീച്ചർക്ക് ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ധാരണയാകും. നേരത്തെ നൽകിയ പല പട്ടികയിലും ശൈലജ ടീച്ചറുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് നൽകിയ പാനലിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ KK ശൈലജ ടീച്ചറുടെ പേരല്ല നൽകിയിരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിലും ശൈലജയുടെ പേരില്ല എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടേമിൽ മത്സരിച്ച MLAമാരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു വ്യവസ്ഥ CPIM കൊണ്ടുവന്നിരുന്നു. എന്നാൽ അപൂർവം ചില ആളുകൾക്ക് മാത്രം ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാം എന്നായിരുന്നു തീരുമാനം. അപ്പോൾ ആ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നത് ശൈലജ ടീച്ചർക്ക് കൂടി ബാധകമാകുമോ, മത്സരിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് CPM സെക്രട്ടേറിയറ്റിൽ ചർച്ച നടക്കും. അതുപോലെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ്റെ പേരും സ്ഥാനാർത്ഥി പാനലിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് നൽകിയ പാനലുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലും ഇന്നത്തെ ഒരു ചർച്ച ഉണ്ടാകും. മറ്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരിക്കുന്ന കണ്ണൂർ, NCPയുടെ ഭാഗമായി AK ശശീന്ദ്രൻ മത്സരിക്കുന്ന ഏലത്തൂർ, ആന്റണി രാജു അയോഗ്യനായിട്ടുള്ള തിരുവനന്തപുരം, അതുപോലെ തന്നെ RJD JDS തർക്കം നിലനിൽക്കുന്ന കോവളം തുടങ്ങിയ സീറ്റുകളാണ് ഘടകകക്ഷികളുടേതായി നിലവിൽ തീരുമാനത്തിൽ എത്താനുള്ളത്. ഈ സീറ്റുകൾ, ഘടകകക്ഷികളുടെ ഈ സീറ്റുകൾ CPIM ഏറ്റെടുക്കുമോ അതോ ഘടകകക്ഷികളിൽ തന്നെ മറ്റാർക്കെങ്കിലും നൽകുമോ മുതലായ കാര്യങ്ങളിലും ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകും. നിലവിൽ എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പേരുകൾ മാത്രമാണ് 90% സീറ്റുകളിലും വന്നിട്ടുള്ളത് എന്നതിനാൽ തന്നെ ആ കാര്യത്തിൽ വലിയൊരു ആശങ്ക ഇല്ല എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ജില്ലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാനൽ, അതായത് സ്ഥാനാർത്ഥികളുടെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാനലിൽ തിരുത്തൽ വേണമെങ്കിൽ അക്കാര്യം നിർദ്ദേശിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ്
ഈ പാനൽ തിരികെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്ക് കൈമാറും. അവർ അതിനനുസൃതമായി വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും സ്ഥാനാർത്ഥികളിൽ മാറ്റം വരുത്തുകയുമായിരിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിലും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തിമ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇപ്പോഴും കോൺഗ്രസ് എത്തിയിട്ടില്ല. പ്രത്യേകിച്ചും RSP സീറ്റിലെല്ലാം കൊല്ലം ഇരവിപുരത്തെ RSP സീറ്റിലെല്ലാം ഇന്നലെയാണ് ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞത്. അത്തരത്തിൽ UDFലെ സീറ്റ് വിഭജനവും അതുപോലെ തന്നെ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതുമായ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ്. കോൺഗ്രസിനുള്ളിലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും നാളെ ഡൽഹിയിലെത്തും. അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ, അതായത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള മധുസൂദനൻ മിസ്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് പോകുന്നത്. മധുസൂദനൻ മിസ്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൊരു തീരുമാനമാവുക. ശരി, വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എന്തായാലും CPMലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും വിവരങ്ങളൊക്കെ പുറത്തു വരിക. എന്തായാലും തിരുവനന്തപുരത്താണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. KK ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഇന്ന് തീരുമാനമാകും. എല്ലാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഏകദേശം ഒരു ധാരണയൊക്കെയാകും. ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കുന്നതിലുമൊക്കെ ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.